ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഇപ്പോൾ പുതിയ പോരാളികൾ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡായി ഇത്തവണ എത്തിയത് 6 പേരാണ്. ആരൊക്കെയാകും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരുന്ന പുതിയ താരങ്ങളെന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, നന്ദന, അഭിഷേക് ജയദീപ്, അഭിഷേക് ശ്രീകുമാർ, പൂജ കൃഷ്ണ, DJ സിബൻ തുടങ്ങിയവരാണ് പുതിയ മത്സരാർത്ഥികൾ. വീക്കെൻഡ് എപ്പിസോഡിൽ 6 വൈൽഡ് കാർഡുകളെയും മോഹൻലാൽ പരിചയപ്പെടുത്തി. 6 പേരിൽ ആദ്യ കാഴ്ചയിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ് നന്ദന. തൃശൂർ സ്വദേശിനിയായ നന്ദന കോമണർ വിഭാഗത്തിലാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് നന്ദന പറഞ്ഞ വാക്കുകളും ചർച്ചയായി മാറിയിരിക്കുകയാണ്. നന്നായി സംസാരിക്കുന്ന നന്ദന തന്റെ ടാർഗറ്റായി പറയുന്നത് ജാസ്മിനെയും ഗബ്രിയെയുമാണ്. അവരുടെ കളി തന്റെ അടുത്ത് നടക്കില്ലെന്നും താൻ പിടിച്ച് പുറത്താക്കുമെന്നുമാണ് നന്ദന പറയുന്നത്. താരം അകത്തേക്ക് പോകും മുമ്പേ ഏഷ്യാനെറ്റിനോട് പറഞ്ഞ വാക്കുകളും ചർച്ചയാവുകയാണ്. തന്റെ അമ്മ വീട്ടുപണിക്കൊക്കെ പോകുന്നതാണ്. വീട്ടുപണിക്ക് പോകുന്ന ശാരദയുടെ മകൾ ബിഗ് ബോസിൽ പോകുന്നുവെന്ന് കേട്ടപ്പോൾ നാട്ടുകാരുടെ കിളി പറന്നുപോയി. ആദ്യം കുറച്ചുപേർ പുച്ഛിച്ചു. അമ്മയോട് താൻ കാത്തിരുന്ന് കാണുമെന്നാണ് പറഞ്ഞതെന്നും നന്ദന പറയുന്നുണ്ട്. ആ വേദിയിൽ മോഹൻലാലിനൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ കിളി ഒന്നുകൂടെ പറക്കുമെന്നാണ് നന്ദന പറയുന്നത്. മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ കുറെ പേരെ നന്നാക്കാനുണ്ടെന്നും കുറെ പേരെ അച്ചടക്കം പഠിപ്പിക്കാനുണ്ടെന്നും എരുതിയിൽ എണ്ണയൊഴിക്കുന്ന കുറച്ചു പേരുണ്ട്, അവരെ നന്നാക്കി ഗെയിം കളിക്കാൻ പഠിപ്പിക്കണമെന്നും ഒക്കെയാണ് ലാലേട്ടന്റെ സാന്നിധ്യത്തിൽ നന്ദന പറഞ്ഞത്. ബിഗ് ബോസിൽ എന്റർടൈൻമെന്റ് വേണം. താൻ ചെന്നാൽ അവരെയൊക്കെ പവറാക്കും. പിന്നത്തെ കാര്യം ഹൈജീൻ ആണ്. ബിഗ് ബോസിനുള്ളിൽ പലർക്കും വൃത്തിയില്ലെന്നും നന്ദന പറയുന്നുണ്ട്. തുമ്മയിട്ട് ചായ ഉണ്ടാക്കുന്നു, മൂക്കിൽ കൈയിടുന്നു, അതൊന്നും നല്ല കാര്യമായി തനിക്ക് തോന്നിയിട്ടില്ല. താൻ ചെന്നാൽ അതൊക്കെ മാറ്റും. ഒരു പവറുമില്ലാത്തവരാണ് ഇപ്പോൾ പവർ റൂമിൽ ഉള്ളത് എന്നാണ് പവർ ടീമിനെയും വിമർശിച്ചുകൊണ്ട് നന്ദന പറയുന്നത്. ദേഷ്യമുണ്ടെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കലല്ല പവർ റൂം, പകരം വീട്ടിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ കയറിയാൽ പണിഷ്മെന്റ് കൊടുക്കുക പെൺവേഷം കെട്ടാനും ആൺവേഷം കെട്ടാനും ഒക്കെ ആയിരിക്കുമെന്നും താൻ കയറിയാൽ പവർ റൂം പൊളിച്ചെടുക്കുമെന്നും നന്ദന പറയുന്നുണ്ട്. മാത്രമല്ല ഭക്ഷണ കാര്യത്തിൽ എച്ചിക്കണക്ക് പറയരുതെന്നും ചിലരുടെ ചില കാര്യങ്ങളൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്നും കൈപിടിച്ചിരിക്കലും കെട്ടിപ്പിടിക്കലും ഒന്നും തനിക്ക് ഇഷ്ടമല്ലെന്നും താൻ പരമാവധി പറയുമെന്നും നന്ദന പറയുന്നുണ്ട്. നാണമില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ പിന്നെയും തുടർന്നോട്ടെ എന്നാണ് ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച് നന്ദന പറഞ്ഞത്. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണമെന്നാണ് നന്ദനയുടെ നിലപാട്. ജാസ്മിനെയും ഗബ്രിയെയും മാത്രമല്ല അൻസിബയെയും നന്ദന വിമർശിക്കുന്നുണ്ട്. അൻസിബ അനന്തശനത്തിൽ കിടക്കുന്നത് പോലെ അവിടെ കിടക്കുകയാണ് എന്നും വേരുറച്ചു പോയോ എന്ന് അവിടെ പോയി നോക്കിയാൽ അറിയാമെന്നും നന്ദന വ്യക്തമാക്കി. ഉറക്കം തൂങ്ങി ഇരിക്കരുത് എന്നും എല്ലാവരും ഫുൾ എനർജിയോടെ ആയിരിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞിട്ട് പോലും പലരും കേൾക്കുന്നില്ല എന്നും താൻ പോയാൽ കപ്പും കൊണ്ടേ തിരിച്ചു വരൂ എന്നും നന്ദന പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.